കാൽവിൻ പെർഫ്യൂംസിന്റെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് മഴയത്ത് അടിക്കാൻ പറ്റുന്ന പെർഫ്യൂംസിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇതും പറയുന്നത് കേട്ടോ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന 5 കാൽവിൻ ക്ലെയിൻ്റെ പെർഫ്യൂംസ് ആണ്. കാൽവിൻ ക്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. പെർഫ്യൂമിൽ മാത്രമല്ല, അവർക്ക് ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്. അവരുടെ പെർഫ്യൂംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില വളരെ കുറവാണ്. ആ ബ്രാൻഡിനുള്ള വില ഇല്ല. ആക്ച്വലി ഒരു 2000 തൊട്ട് ഒരു 5000 റേഞ്ചിൽ അവളുടെ മിക്കവാറും ഉള്ള എല്ലാ പെർഫ്യൂംസും നമുക്ക് ഒരു 100 ml നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് അവരുടെ പെർഫ്യൂംസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആളുകൾ അത് എല്ലാവർക്കും അത് പേരറിയാവുന്നതും വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ആ ഒരു റീസൺ കൊണ്ടാണ്. പക്ഷെ അവരുടെ പെർഫ്യൂംസിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റിംഗ് ആണ്. ലാസ്റ്റിംഗ് വളരെ കുറവായിട്ടുള്ള പെർഫ്യൂമാണ് ഈ സിക്കയുടെ. നമ്മുടെ കേരള ക്ലൈമറ്റിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ പറയുന്നത്. പെർഫ്യൂം ലാസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു യൂറോപ്യൻ ക്ലൈമറ്റിലൊക്കെ നല്ല സൂപ്പറായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഹെവി ഹ്യൂമിഡിറ്റിയിൽ അത് ലാസ്റ്റിംഗ് വളരെ കുറവാണ്. ഞാനത് ഇപ്പോൾ അത് പരിചയപ്പെടുത്തേണ്ട കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു മൺസൂൺ സമയമാണ്, മഴയാണ്, വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫ്യൂം സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു 5 പെർഫ്യൂംസിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാനൊരു 5 സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ അത് എൻ്റെ ആംഗിളിൽ കൂടിയാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം പെർഫ്യൂംസിൻ്റെ സെലക്ഷൻ എപ്പോഴും ഞാൻ നല്ലതെന്ന് പറയുന്ന സാധനം വേറെ ആക്കി ചിലപ്പോൾ അതൊരു ചിത്തയായിട്ട് മീൻസ് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. എൻ്റെ ആംഗിളിൽ കൂടിയാണ് ഞാനത് പരിചയപ്പെടുത്തുന്നത്. അവരുടെ ഏറ്റവും ഒന്നാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാൽവിൻ ക്ലെയിൻ്റെ CK1 എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. സിട്രസ് പെർഫ്യൂംസിൻ്റെ ഒരു മെയിൻ സിട്രസ് പെർഫ്യൂമുകൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടോപ്പ് 10 വരുന്ന ഒരു പെർഫ്യൂമാണ് സിക്കയുടെ 1 എന്ന് പറയുന്ന പെർഫ്യൂം. ഓറഞ്ചിൻ്റെയും ചെറുനാരങ്ങയുടെയൊക്കെ സിട്രസ് വൈബും പൈനാപ്പിളിൻ്റെയും ഈവൻ ഒരു എന്താ പറയുക റോസാപ്പൂവിൻ്റെയും ജാതിക്കയുടെയൊക്കെ ഒരു സ്മെല്ലിൻ്റെ ഒരു കമ്പൈൻഡ് എഫക്റ്റിൽ വരുന്ന ഒരു സിട്രസ് പെർഫ്യൂമാണ് CK1. ശരിക്കും അത് എൻ്റെ ഷോപ്പിൽ നിന്നും കുറേ അധികം കൂടുതൽ ആളുകൾ മേടിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഈവൻ അതിപ്പം ലാസ്റ്റിംഗ് കുറവാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു സുഖമൊന്ന് ആ പെർഫ്യൂമിൻ്റെ ഒരു ഔട്ട്പുട്ട് നല്ല രസമുള്ള ഔട്ട്പുട്ടാണ്. രണ്ടാമത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് സിക്കയുടെ ഒബ്സഷൻ മെൻ. അത് ഈ പറഞ്ഞ വാചകത്തിൽ നിന്ന് വിപരീതമാണ്. നല്ല ലാസ്റ്റിംഗ് ഉള്ള ഒരു പെർഫ്യൂമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫ്യൂമിൽ സ്ട്രോങ്ങർ പെർഫ്യൂമിൽ വരുന്ന ഘടകങ്ങളുണ്ടല്ലോ, പച്ചോലി, വെറ്റുവേർ, സാൻഡൽവുഡ്, ലെതറി പെർഫ്യൂംസിൻ്റെ ഒക്കെ ആ ഒരു ഇതിൽ വരുന്ന ആംപർ, ഇങ്ങനെ വരുന്ന എല്ലാ കണ്ടന്റും കൂടി ഉള്ള ഒരു പെർഫ്യൂമാണ് ഒബ്സഷൻ മെൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. അതിൻ്റെ അകത്ത് പക്ഷെ കുറച്ച് ഡാർക്ക് വാനിലയും കൂടി അതിൻ്റെ അകത്ത് വന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു എന്താ പറയുക, ആ നമ്മൾ സ്ട്രോങ് ആവും തോറും നമ്മൾ മലയാളത്തിൽ പറയും കുത്തണ പെർഫ്യൂം എന്ന് പറയും. കുത്തലുണ്ടാവുമെന്ന് ചോദിക്കും. ആ കുത്തലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്വീറ്റ്നെസ്സും കൂടി അതിനകത്ത് മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് സിക്കയുടെ ഒബ്സഷൻ മെൻ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. മൂന്നാമത്തേതെന്ന് പറയുന്നത് സിക്കയുടെ എറ്റേണിറ്റി. വളരെ കാലം സിക്കനെ കൊണ്ടുകടന്ന് വെച്ചാൽ മീൻസ് ആ ബ്രാൻഡിനെ പൊക്കിക്കൊണ്ട് വന്നൊരു പെർഫ്യൂമാണ് സിക്കയുടെ എറ്റേണിറ്റി. അവർക്കത് മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട് കേട്ടോ. ഈ ഒബ്സഷനും മെയിൽ വേർഷനും ഉണ്ട്, ഫീമെയിൽ വേർഷനും ഉണ്ട്. സിക്കയുടെ എറ്റേണിറ്റി അതൊരു ലാവൻഡർ ബേസ്ഡ് പെർഫ്യൂമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമാണ്. ലാവൻഡറും മറ്റേ ഓറഞ്ചും സാൻഡൽവുഡും ഒക്കെ കൂടി ചേർന്ന് വരുന്നൊരു കോമ്പിനേഷനാണ്. നല്ല രസമുള്ളൊരു സ്മൂത്തി വൈബാണത് ആ സിക്കയുടെ എറ്റേണിറ്റി എന്ന് പറയുന്ന പെർഫ്യൂം. അടുത്ത പെർഫ്യൂം എന്ന് പറയുന്നത് ഡിഫൈ അവരുടെ ലേറ്റസ്റ്റ് വെർഷനാണ്. 2024 ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പുതിയ ഒരു പെർഫ്യൂമാണ്. അത് ശരിക്കും പറഞ്ഞൊരു വുഡി അറോമാറ്റിക് പെർഫ്യൂം എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ ഒരു മീഡിയം ടൈപ്പ് സ്ട്രോങ് ആണ്. അരോമാറ്റിക് പെർഫ്യൂമും കൂടിയാണ്. ഒരു സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വുഡി ടൈപ്പ് പെർഫ്യൂമാണ് ഡിഫൈ എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് എൻ്റെ നമ്പറിൽ ലാസ്റ്റ് ഡാർക്ക് ഒബ്സഷൻ എന്ന് പറയുന്ന പെർഫ്യൂം. ഇത് അത്ര ലാസ്റ്റിങ് പോരാട്ടോ, പക്ഷെ ഒരു സ്വീറ്റ്നെസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. വാനിലയും ഒക്കെ വരുന്നൊരു കോമ്പിനേഷനാണ്. വാനിലയുണ്ട്, ഈവൺ ചെറിയൊരു വുഡി ടച്ച് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു മെയിൽ പെർഫ്യൂം ആകുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു വുഡി ടച്ച് ഉള്ളതായിരിക്കുമല്ലോ എപ്പോഴും നല്ലത്. ഒരു വാനില ഒരു സ്വീറ്റ്നെസ്സോട് കൂടി ചേർന്നിട്ട് വരുന്ന ഒരു അരോമാറ്റിക് പെർഫ്യൂമാണ് ഡാർക്ക് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ 5 പെർഫ്യൂമും നമ്മുടെ ഷോപ്പിലുണ്ട്. ഞാൻ അതിനെ ഇത് ചെയ്തുതരാം. എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന എല്ലാം ഓയിൽ ഫോമിലാണ് കേട്ടോ. ഇത് സിക്കയുടെ ഒബ്സഷൻ, ഇത് സിക്കയുടെ എറ്റേണിറ്റി മെന്ന്, ഇത് സിക്കയുടെ 1 എന്ന് പറയുന്ന പെർഫ്യൂം, സിക്കയുടെ വലിയ ബോട്ടിലായിരിക്കുന്നത്. ഡാർക്ക് ഒബ്സഷൻ കൂടുതൽ പോകുന്നതുകൊണ്ടാണ് അത് വലിയ ബോട്ടിലിരിക്കുന്നത്. ഡാർക്ക് ഒബ്സഷൻ, ഡിഫൈ,
ഇതൊക്കെ കൂടാതെ ഈ ഇരിക്കുന്നതിൻ്റെ അകത്ത് പകുതിയും CKയുടെ പെർഫ്യൂംസ് ആണ് കേട്ടോ. CK2, CK Everyone, അങ്ങനെ കുറേ അധികം പെർഫ്യൂംസ് ഉണ്ട്. എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും